ബുക്ക് മൈ ഷോയിൽ കളങ്കാവലിന്റെ ആദ്യ ദിനം നേട്ടം മറികടക്കാൻ സാധിക്കാതെ ഭബ്ബ. ദിലീപും മോഹൻലാലും ഒന്നിച്ചെത്തിയിട്ടും ചിത്രത്തിന് പ്രതീക്ഷിച്ചത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. വേൾഡ് വൈഡ് കളക്ഷനിലും കളങ്കാവലാണ് മുന്നിൽ. ഒരു രക്ഷയുമില്ല. ബുക്കിംഗിൽ തകർത്തു മുന്നേറുകയാണ് കളങ്കാവൽ. കളങ്കാവലിന്റെ ആദ്യദിന നേട്ടം മറികടക്കാൻ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ ബബ്ബ എന്ന ചിത്രത്തിനും സാധിച്ചില്ല. ദിലീപും മോഹൻലാലും ഒന്നിച്ചെത്തിയിട്ടും ചിത്രത്തിന് പ്രതീക്ഷിച്ച അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നാണ് കണക്കുകൂട്ടൽ. ബുക്ക് മൈ ഷോയിൽ ആദ്യ ദിനം 1,93,000-ലധികം ടിക്കറ്റുകളാണ് കളങ്കാവലിൻ്റെതായി വിറ്റുപോയിരുന്നത്. എന്നാൽ ബബ്ബയുടേതാകട്ടെ 1,80,000-ലധികം ടിക്കറ്റുകൾ മാത്രമാണ് കിട്ടിയത്. ചിത്രത്തിന് ആദ്യ ഷോയ്ക്ക് ശേഷം ലഭിച്ച മോശം പ്രതികരണങ്ങളാണ് ഇത്തരത്തിൽ ബുക്ക് മൈ ഷോയിലടക്കം തിരിച്ചടിയായതെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. രണ്ടാം ദിനവും തണുപ്പൻ പ്രതികരണമാണ് ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. വേൾഡ് വൈഡ് കളക്ഷനും കളങ്കാവൽ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കളങ്കാവൽ എന്ന ചിത്രം മലയാള സിനിമ ആസ്വാദകർക്ക് പുത്തൻ കാഴ്ച വിസ്മയം സമ്മാനിച്ച ഒന്നാണ്. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ തമ്മിൽ വച്ചുമാറിയതാണ് അതിനുള്ള പ്രധാന കാരണം. മമ്മൂട്ടി വില്ലനായി എത്തിയപ്പോൾ പോലീസ് വേഷത്തിൽ നായകനായി വിനായകനും എത്തി. ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം സൈനൈഡ് മോഹൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയതാണെന്നാണ് പറയുന്നത്. ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. പിന്നീട് ബോക്സ് ഓഫീസിലും മിന്നുന്ന പ്രകടനം ചിത്രത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. നിലവിൽ 3-ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് കളങ്കാവൽ. 3-ാം വാരത്തിൽ 187-ലധികം തിയേറ്ററുകളിലാണ് കളങ്കാവൽ പ്രദർശനം നടത്തുന്നത്. കേരളത്തിലെ മാത്രം കണക്കുകളാണിത്. സിനിമ വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 77 കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയത്. 13 ദിവസത്തെ കളക്ഷൻ കണക്കാണ് ഇത്. 34 കോടിയാണ് ഇന്ത്യ നെറ്റ് കളക്ഷനായി പറയുന്നത്. അതായത് മമ്മൂട്ടി ചിത്രം ആദ്യ ദിനം 13 കോടിക്ക് മുകളിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ദിലീപ് ചിത്രം ബബ്ബയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 11 കോടി മാത്രമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.